ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അറിയാലോ, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ബൊഗെയിൻവില്ല, അതായത് കടലാസ്. ഇപ്പോഴിതാ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന ഒരു സീസണാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷേങ്കിൽ നമുക്കൊരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ നന്നായിട്ട് വെയിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് പ്ലാന്റ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണോ, അതിപ്പോൾ പുറത്ത് വെക്കണോ, നമ്മൾ മാറ്റി വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങിയതോടെ നന്നായിട്ട് പൂത്തിരുന്ന നമ്മുടെ ചെടികളിലെ പൂക്കളൊക്കെ നന്നായിട്ട് കൊഴിയാനൊക്കെ തുടങ്ങിക്കാണും. അപ്പോൾ ഹൈബ്രിഡ് ആയാലും നാടൻ വെറൈറ്റി ആയാലും ഈ മഴക്കാലത്ത് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല വില കൊടുത്ത് വാങ്ങിയ ചെടികൾ പോലും പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെയിൻ സീസണിൽ ബൊഗെയിൻവില്ല ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം, ഈ സമയത്ത് പ്രൂണിങ്, കമ്പ് വെട്ടൽ, അതായത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, വളം കൊടുക്കാൻ പറ്റുമോ ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ ആദ്യം നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് മഴക്കാലത്ത് ഇതുപോലെ നമ്മൾ ചെടിയെ കുളിപ്പിച്ച് നിർത്തരുത്, ഒട്ടും പൂക്കളുണ്ടാവില്ല. അതായത് ഹൈബ്രിഡ് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മഴക്കാല സമയത്ത് ചെടികളെ മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ചപ്പ് ചവറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ചട്ടി നല്ല വൃത്തിയാക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഈ മഴ നല്ലോണം പെയ്യുന്നതുകൊണ്ട് തന്നെ ഇലകൾ കംപ്ലീറ്റ് കൊഴിഞ്ഞ് നമ്മുടെ ചെടിച്ചോട്ടിയിൽ നിൽക്കും. അതിങ്ങനെ കിടക്കുന്ന സമയത്ത് ചെടി പിന്നെ ആവശ്യമില്ലാത്ത പ്രാണികളും ഇങ്ങനെയൊക്കെ വന്നിട്ട് ചീത്ത. അപ്പോൾ പൂക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെടി ക്ലീനായിട്ട് വെക്കുക. സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ ചട്ടിയൊക്കെ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ സൂര്യപ്രകാശത്തോട്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ചട്ടിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കും. വലിയ ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചട്ടിയുടെ അടിയിലെ ആ ഒരു ഡ്രെയിനേജ് ഹോളിൽ അടഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചട്ടികൾ ഒരിക്കലും തറയിൽ നേരിട്ട് മുട്ടിച്ച് വെക്കാൻ പാടില്ല. നല്ല മഴ സമയത്ത് നിലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2-3 ഇഷ്ടികകൾ വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഒരു പഴയ ചെടിച്ചട്ടികൾ കമത്തി വെച്ചിട്ടോ ബക്കറ്റൊക്കെ കമത്തി വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പ്ലാന്റ്സ് കയറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്റ്റാൻഡിൻ്റെ പുറത്ത് വെക്കുന്നതാണ് ഏറ്റവും വയ്ക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ വെക്കാനും നല്ലതാണ്. കൂടാതെ നമ്മളൊരു കമ്പിയോ കോലോ ഒക്കെ ഉപയോഗിച്ച് ചെടിക്ക് ചട്ടിയിലൊന്ന് കുഴിച്ച് അതിൻ്റെ വെള്ളം നന്നായിട്ട് പോകുന്നുണ്ടോ, മണ്ണ് അതായത് നന്നായിട്ട് അതിൻ്റെ സുഷിരങ്ങൾക്കൊക്കെ ഹോളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതൊന്ന് ഇടയ്ക്ക് ഹോൾസൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ചട്ടിയും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതായത് ചട്ടിയിലെ കളകൾ പറിച്ച് മാറ്റുക, കൊഴിഞ്ഞു വീണ ഇലകളും പൂക്കളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയാക്കുക. പിന്നെ മഴക്കാലത്ത് ചെടിച്ചട്ടിയിൽ ഒരുപാട് കളകൾ വളരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവ മുളച്ച് വരുമ്പോൾ തന്നെ വേരോടെ പറിച്ചു മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഈ കളകൾ വലിച്ചെടുക്കുകയും അടുത്ത സീസണിൽ ചെടി നന്നായിട്ട് പൂക്കാതിരിക്കുകയും ചെയ്യും. അതുപോലെ ചട്ടിയിൽ എപ്പോഴും പൂക്കളും ഇലകളും കൊഴിഞ്ഞു കിടക്കുന്നത് കാണാം. വെള്ളം വീഴുമ്പോൾ ഇവ ചട്ടിയിൽ മഴക്കാലത്ത് പുതിയ വേരുകളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഈ സമയത്ത് നമുക്ക് ചെടിച്ചട്ടിയിൽ നമ്മളിപ്പോൾ മഴയൊക്കെ പെയ്യുന്നതോടെ തന്നെ കുറച്ച് താഴ്ന്നായിരിക്കും നമ്മുടെ മണ്ണ് ആയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കുറച്ച് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെടിയുടെ ചുവട്ടിൽ. അപ്പോൾ പിന്നെ മഴ പെയ്താലും അത് തെറിച്ച് പോവാതെ വേര് ചെയ്യാതെയൊക്കെ ഇരിക്കും. അപ്പോൾ കുറച്ച് മണ്ണ് നികത്തിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ മഴവെള്ളം തുടർച്ചയായി വീഴുന്നത് കൊണ്ട് ചട്ടിയിലെ മേൽമണ്ണ് നന്നായിട്ട് ഉറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മണ്ണ് കട്ടിയായാൽ വേരുകൾ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും വേരുകൾ നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ മേൽമണ്ണ് 1-2 ഇഞ്ച് ആഴത്തിൽ പതിയെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. വേരുകൾ മുറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് നമ്മുടെ ബൊഗെയിൻവില്ല ചെടിക്ക് വളം കൊടുക്കാമോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഫെർട്ടിലൈസറോ കെമിക്കൽ ഫെർട്ടിലൈസറോ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ചിലർ ഈ സമയത്ത് ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അതൊരിക്കലും ചെയ്യരുത്. ചാണകവെള്ളം ഒരു നൈട്രജൻ വളമാണ്. അപ്പോൾ മഴക്കാലത്ത് അത് കൂടുതൽ കൊടുത്താൽ കീടാണുക്കളും കളകളൊക്കെ കൂടാനും ചെടി നശിച്ചു പോകാനും കാരണമാകും. അപ്പോൾ ഇപ്പോൾ ചെടി നന്നായിട്ട് വളരേണ്ട ഒരു സമയമാണ്. അപ്പോൾ നന്നായിട്ട് വളരട്ടെ. മഴയെല്ലാം പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം നമുക്ക് പ്രൂണിങ്ങിനുള്ള വളമൊക്കെ നൽകാൻ പറ്റും. പ്രൂണിങ്ങിന് ശേഷം വളം നൽകാം. അപ്പോൾ മഴ മാറുന്ന സമയത്ത് ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ 4 കൂടി മിക്സ് ചെയ്ത് ചെടികൾക്ക് നൽകുന്നത് അടുത്ത സീസണിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും കേട്ടോ.
പിന്നെ അതുപോലെ പ്രൂണിങ് പിന്നെ കമ്പുകളൊക്കെ വെട്ടി കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങളുടെ ചെടിക്ക് അത്യാവശ്യം വളർന്ന് നിൽക്കുന്നുണ്ട്, എന്നാൽ നേരിയ പൂക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പുകൾ വെട്ടിക്കൊടുക്കാം. ഞാൻ കുറച്ച് കമ്പുകളെല്ലാം വെട്ടിക്കൊടുത്തായിരുന്നു. എന്നിട്ട് സൂര്യപ്രകാശം ഉള്ളതായതുകൊണ്ട് കുറേ ദിവസങ്ങളിപ്പോൾ നന്നായിട്ട് വെയിലുള്ളതുകൊണ്ട് ആ വെയിലത്തോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ പൂക്കളും കിട്ടുന്നുണ്ട്. അങ്ങനെ പൂക്കൾ ഉണ്ടാവും, വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. പൂക്കളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുള്ള ലൈറ്റായിട്ടുള്ള കമ്പുകളൊക്കെ ഉണ്ടാവില്ല, അത് നമുക്ക് സോഫ്റ്റ് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അതിൽ കട്ടിയുള്ള കമ്പുകളൊക്കെ വെട്ടുന്നത് ഹാർഡ് പ്രൂണിങ്, അത് മഴയൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വർഷത്തിൽ 2 തവണയാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ്ങൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് മഴക്കാലം കഴിഞ്ഞ ശേഷവും 2 വസന്തകാലം തുടങ്ങുന്ന ജനുവരി സമയത്തുമാണ് നമ്മൾ ഈ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കമ്പുകൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം ഈ സമയത്ത്. അപ്പോൾ കമ്പ് മുറിച്ചെടുത്ത് കറ്റാർവാഴ ജെല്ലിലോ നമ്മൾ കുറേ കാണിക്കാറുണ്ടല്ലോ, ഐസ് മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് കമ്പുകൾ. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കമ്പുകൾ പൊടിപ്പിച്ചിട്ട് നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടേക്കുന്നതാണ്. പിന്നെ ഫംഗസ് ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളുണ്ട്. ഇലകൾ മഞ്ഞ നിറമാകുന്നതൊക്കെ കുറേ ഫംഗിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചെടിക്ക് ഫംഗസ് ബാധിത വരുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പം മഴക്കാലത്ത് നമ്മൾ ചിലപ്പോൾ ബൊഗൈൻവില്ലയുടെ തളിരൊക്കെ കരിഞ്ഞു പോകുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫംഗൽ പൗഡർ മേടിച്ചിട്ട് നമുക്ക് അത് തളിച്ചു കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്ന തോതിൽ കലക്കി ഇലകളിൽ ചെടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഈ സമയത്ത് ചെടി നല്ല രീതിയിൽ മഴയിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത്യാവശ്യം ഹൈബ്രിഡ് ബൊഗൈൻവില്ലയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ചെടിച്ചട്ടി എപ്പോഴും ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാം. സൂര്യപ്രകാശമുള്ള സമയത്ത് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ, അങ്ങനെ നോക്കാം. അപ്പോൾ നല്ല കടയിൽ കൂടിയ വിലയ്ക്കൊക്കെ വാങ്ങിച്ച ഹൈബ്രിഡൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും മഴയിൽ നിന്ന് മാറ്റി വെക്കുക. അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സമയത്ത് ചെടി വെക്കുക. ഇപ്പോൾ വളപ്രയോഗങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ വേണ്ടത് ചെടിക്ക് നന്നായിട്ട് വളരേണ്ട സമയമാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം കമ്പുകളൊക്കെ വെട്ടി മുറിച്ച് പൊടിപ്പിക്കാനൊക്കെ നോക്കാം. മൾട്ടി കളർ ബൊഗൈൻവില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പല രീതിയിലും ഇപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ വളപ്രയോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെടികൾ കമ്പുകൾ നിങ്ങൾക്ക് മുറിച്ച് നടാൻ പറ്റുമെങ്കിൽ ഈ സമയത്ത് ഏറ്റവും നല്ലൊരു സമയമാണ് ചെടി പൊടിപ്പിക്കാൻ. ഒരു മെത്തേഡിൻ്റെ ആവശ്യമില്ല, വെറുതെ മണ്ണിൽ നമുക്ക് നട്ടു കൊടുത്താൽ മതി കമ്പുകൾ മുറിച്ച്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് കമ്പുകൾ മുറിച്ച് നടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ബൈ.